പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇത്തവണ ഞാൻ മലയാളത്തിൽ തന്നെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക. ഞാൻ ഞാൻ പാസ്റ്റർ വൈകുന്നേരം ഒരു 10 മണിയായപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഭജനം ധ്യാനിച്ചു. ഒരു വെളുപ്പിനെ ഒരു 2 മണി വരെ ഇരുന്നു. അപ്പം തന്നെ വചനം എടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യം, ദൈവമേ ഇത്തവണ ഞാൻ വചനം സങ്കീർത്തനം പ്രസംഗിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കും, കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം നടത്തുമാറാകട്ടെ. 34 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് നമുക്ക് വായിക്കാൻ പറ്റും. ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്ത് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് 1 ശമൂവേൽ 21 നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഈ പേരിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാനത് കുറേ അന്വേഷിച്ചു. അതിൽ അബീമേലെക്കിൻ്റെ മുമ്പിലല്ല അവൻ ബുദ്ധിഭ്രമം നടിക്കുന്നത്, ആഗീസ് രാജാവിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ 1 ശമൂവേൽ 21 അവസാനത്തെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഈ 34 സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് തുടക്ക 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ നന്മയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ദാവീദിൻ്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ പല പ്രതിസന്ധികളിൽ കൂടി ദൈവം ദാവീദിനെ കടത്തിവിടുന്നു. തൻ്റെ ഒരു ഘട്ടത്തിൽ തൻ്റെ മകൻ പോലും തന്നെ കൊല്ലുവാനായി നിൽക്കുന്ന സമയത്ത് പോലും ദാവീദ് ദൈവത്തിനോട് ഒരു കുറവ് പറയാതെ ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി. താഴോട്ട് 3 തൊട്ട് 1 മുതൽ 6 വരെയുള്ള വചനം ഒരാൾ വായിക്കാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളിൽ യഹോവയെ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിലായി, അവന്റെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവനെ വിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. ആമേൻ. ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യഹോവയെ ദാവീദ് സ്തുതിക്കുന്നതിനാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. യഹോവയെ ദൈവം ദാവീദ് സ്തുതിക്കാനുള്ള കാരണം ദാവീദിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തുടർന്ന് രണ്ടാമത് നമ്മൾ ആ 7 മുതൽ 10 വരെയുള്ള കാര്യം നോക്കുമ്പോഴത്തേക്കും ദാവീദ് യഹോവയെ സ്തുതിച്ചു. അതുപോലെ നമ്മൾ യഹോവയെ സ്തുതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നന്മകളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 7-ാം വാക്യം മുതൽ 10 വരെ ഒന്ന് വായിക്കുമ്പോൾ, യഹോവയുടെ ദൂതൻ അവൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവേ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ആമേൻ. അപ്പോൾ ദാവീദിനെ പോലെ നമ്മൾ യഹോവയെ സ്തുതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നന്മകളാണ് ഈ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റിലും പാളയം ഇറങ്ങുകയും നമ്മളെ സൂക്ഷിക്കുന്ന ഒരു അനുഭവത്തിലോട്ട് വരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തമിഴ്നാട്ടിലെ ഒരു ദൈവദാസന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിനിടയ്ക്ക് ദാസൻ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്ത് പല അതിഭയങ്കരമായ സെക്യൂരിറ്റികളുണ്ട്, പക്ഷേ ലോകത്ത് ആർക്കും കിട്ടാത്തൊരു സെക്യൂരിറ്റിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നാം ചെല്ലുന്ന ഓരോ വഴികളിൽ കൂടി ദൈവം തന്റെ ദൂതന്മാരെ നാം അയക്കുകയും ആ ദൂതന്മാർ നമുക്ക് ചുറ്റിലും പാളയം ഇറങ്ങി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവം നമുക്ക് തരുന്ന ആദ്യത്തെ അനുഗ്രഹം. താഴോട്ട് വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും യഹോവയിൽ ശരണം പ്രാപിക്കുകയും ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യർ നമ്മളായിരിക്കും. താഴോട്ട് 10-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പം
സിംഹത്തിന്റെ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാട്ടിലെ രാജാവാണ് സിംഹം. ഒരു ഘട്ടത്തിൽ സിംഹത്തിന്റെ കുട്ടികൾക്ക് പോലും ആഹാരം കിട്ടാതെ അവർ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ സ്തുതിക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരാകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് കാണിക്കുന്നുണ്ട്, നീതിമാന്മാരും ദുഷ്ടന്മാരും. നീതിമാന്മാർക്ക് വരുന്ന കഷ്ടതകളും കാണിക്കുന്നുണ്ട്, ദുഷ്ടന്മാർക്ക് വരുന്ന കഷ്ടതകളും കാണിക്കുന്നുണ്ട്. ആ 11 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാ. ആമേൻ. ഈ 2 വചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ നീതിമാന്മാരെ നിൽക്കണമെങ്കിൽ ആ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ മക്കളെ വന്ന് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരും. നമ്മൾ ഈ നാളുകളിൽ സഭയിൽ ഓരോ കൂട്ടായ്മയായിട്ട് കൂടുമ്പോൾ ദൈവദാസൻ മൂലവും ദൈവവചനങ്ങളിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവഭക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ദൈവഭക്തിയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം അത് മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നീതിയായി കണക്കിടപ്പെടും. നമ്മൾ നീതിമാന്മാരായി മാറ്റപ്പെടും. 12-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ജീവനെ 13 വായിക്കാവോ? ആമേൻ. അപ്പൊ അടുത്ത് നമ്മൾ നീതിമാന്മാരായി ദൈവസന്നിധിയിൽ കാണേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരങ്ങളെയും കാത്തുകൊള്ളണം. നമ്മൾ ദൈവസന്നിധിയിൽ നീതിമാന്മാരെ നിൽക്കുവാനായി അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ 2 കാര്യങ്ങൾ. 14-ാം വാക്യത്തിൽ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഇതും നമ്മൾ ദൈവസന്നിധിയിൽ നീതിമാന്മാരായി നിൽക്കുവാനായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതിൽ നമ്മൾ നീതിമാന്മാരായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതാണ് 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആമേൻ. അപ്പോൾ നീതിമാന്മാരുടെ മേലാണ് യഹോവയുടെ കണ്ണും നീതിമാന്മാരുടെ നിലവിളി കേൾക്കുവാനായി യഹോവയുടെ ചെവിയും തുറന്നിരിക്കുന്നു. അപ്പം നമുക്കാണ് അനുഗ്രഹം ദൈവം തന്നിരിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ഭൂമി ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായി. ഓക്കെ, ഇവിടെ ഈ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് വ്യക്തികളെ കാണാം, നീതിമാനും ദുഷ്ടനും. അതിൽ നീതിമാന് വരുന്ന കഷ്ടതയും കാണുവാൻ സാധിക്കും, ദുഷ്ടന് വരുന്ന കഷ്ടതയും കാണുവാൻ സാധിക്കും. ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവൻ്റെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. അതേ തൊട്ട് താഴത്ത് 16-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് നേരെ ദൈവത്തിൻ്റെ മുഖം എങ്ങനെയായിരിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് അവരുടെ പേര് നീക്കിക്കളയുവണ്ണം അവർക്കെതിരായി ദൈവത്തിൻ്റെ മുഖം തിരിഞ്ഞിരിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അപ്പോൾ നീതിമാന്മാർ നിലവിളിക്കുമ്പോൾ അവൻ്റെ സകല കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആമേൻ. 18-ാമത്തെ വചനത്തിൽ വായിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 19-ാമത്തെ വാക്യം നോക്കുമ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാവற்றிൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അസംഖ്യം, അതിന് കണക്കില്ല. നമ്മുടെ ജീവിതത്തിലും പല അനർത്ഥങ്ങളും പല കഷ്ടതകളും വരുമ്പോൾ നമുക്കതിന് കണക്കില്ല. എന്നാലും അതിലും നമ്മളെ ദൈവം നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. താഴെ വായിക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് വരുന്ന അനർത്ഥത്തെക്കുറിച്ച് താഴെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ താഴോട്ട് വായിക്കാം, അതിന് താഴോട്ട് 20. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാത്തിനും യഹോവ അവനെ വിടുവിക്കുന്നു. എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. ആമേൻ. അപ്പം ദുഷ്ടനെ കൊല്ലുന്നു, ശിക്ഷ അനുഭവിക്കും. അപ്പം താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ദൈവം നീതിമാന്റെ കഷ്ടതയിൽ നിന്ന് അവന് വിടുവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ്റെ എല്ലുകൾ ഒന്നുപോലും നശിപ്പിക്കുകയുമില്ല. അതിന്റെ തൊട്ട് താഴത്തെ അതിന് നമ്മൾ നോക്കുമ്പോൾ നീതിമാന്റെ അതിന്റെ 21 നീതിമാന്റെ അനർത്ഥം. നമ്മൾ 19-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് 19 കൊടുത്തിരിക്കുന്നു. 21 വരുമ്പോൾ ദുഷ്ടന്റെ അനർത്ഥം, ദുഷ്ടൻ അനർത്ഥത്തിൽ വീണു പോകുവാൻ, ദുഷ്ടൻ കൊല്ലപ്പെടുവാൻ അവന് ഒരു അനർത്ഥം മതി. എന്നാൽ നീതിമാന് അനേക അനർത്ഥങ്ങൾ വന്നാലും അവനെ ദൈവം അതിൽ നിലനിർത്തും. ഈ
ഞാൻ ഈ വചനങ്ങൾ എടുത്തു. ഇന്നലെ വൈകുന്നേരം ഞാനൊരു നാട്ടിൽ നിന്നൊരു ന്യൂസ് കേട്ടു. എനിക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. 36 വയസ്സേ ഉള്ളൂ. ഇന്നലെ രാത്രി പുള്ളി തൂങ്ങി മരിച്ചു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ പാരമ്പര്യ സഭയാണ്, പക്ഷേ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ദൈവം തൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു അനർത്ഥം വന്നപ്പോൾ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുവാനിടയായി. എന്നാൽ നമുക്ക് പല അനർത്ഥങ്ങൾ വന്നപ്പോഴും ഇതുവരെയും നമ്മളെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ ഒരു സ്നേഹം മാത്രമാണ്. ഈ നാളുകളിൽ ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അവസാന ഭാഗങ്ങളിൽ ഞാൻ എടുത്തൊരു കാര്യം, നീതിമാന് അനേക അനർത്ഥങ്ങൾ വരുമ്പോൾ നീതിമാന് ഈ അനർത്ഥങ്ങൾ വരുന്നത് എന്തിനാണ്, നമുക്കതൊന്ന് ചിന്തിക്കാം. 119 സംഗീതം 71 വചനം ഒന്ന് വായിക്കാം. 119, 71. ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. തമിഴിൽ കൂടെ ഒന്ന് വായിക്കാവോ? நான் உபத்திரவப்பட்டது எனக்கு நல்லது, അതിനാൽ ഉമത് പ്രമാണങ്ങളെ കற்றுകൊള്ളുക. ആമേൻ. അപ്പൊ നീതിമാന് അനർത്ഥങ്ങളെ ദൈവം അനുവദിക്കുന്നതിന്റെ ആദ്യത്തെ ഒരു കാര്യമാണ്, അനർത്ഥം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ചട്ടങ്ങളെ കൂടുതലായി പഠിക്കുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഞാനും ആൻഡ്രൂസ് ബ്രദറും കൂടെ ഒരു 21 ദിവസം ഉപവാസം എടുത്തായിരുന്നു. ഉപവാസം എടുക്കുന്നതിന് മുന്നേ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കടമയ്ക്ക് വായിച്ചു പോകുമെന്നല്ലാതെ അങ്ങനെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. പക്ഷെ ആ ഉപവാസത്തിന് ശേഷം, ആ ഉപവാസത്തിന്റെ സമയത്ത് എൻ്റെ ജോലി മേഖലയിൽ വന്ന പ്രശ്നങ്ങളെല്ലാം ദൈവമക്കൾക്കറിയാം. ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ കൂടുതൽ നേരം ബൈബിൾ വായിക്കുവാൻ എനിക്ക് സാധിച്ചു. ബൈബിൾ വായിച്ചപ്പോൾ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അപ്പോൾ നീതിമാന് അനർത്ഥങ്ങൾ വരുന്നതിൻ്റെ ആദ്യത്തെ കാരണം പ്രമാണത്തെ പഠിക്കുവാനാണ്. രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാം വചനത്തിൽ രണ്ടാമത്തെ കാര്യം കൊടുത്തിട്ടുണ്ട്. 12:9. 2 കൊരിന്ത്യർ 12:9. എൻ കൃപ ഉനക്ക് പോതും, ബലവീനത്തിലെ എൻ ബലൻ പൂർണ്ണമായി. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ദൈവം നീതിമാന്റെ ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കുന്നതിന്റെ കാരണം രണ്ടാമത്തത് ദൈവത്തിന്റെ കൃപയെ നമ്മൾ അനുഭവിക്കുവാനാണ്. ആമേൻ. അതിന്റെ മൂന്നാമത്തെ കാര്യം 2 കൊരിന്ത്യർ തന്നെ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. ആമേൻ. ഈ കഷ്ടതകൾ വന്നാലേ നീതിമാന്റെ അകമനുഷ്യൻ പുതുക്കം പ്രാപിക്കുകയുള്ളൂ. അപ്പം മൂന്നാമത്തെ കാര്യം, നമ്മുടെ അകമനുഷ്യൻ പുതുക്കം പ്രാപിക്കുവാനാണ് ഈ കഷ്ടതകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത്. അടുത്ത 4-ാമതൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ തന്നെ 4:17-18 ഒന്ന് വായിക്കാം. 4-ന്റെ ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനുമതിയായ തേജസ് നിത്യകഥ ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്ത യാത്രയെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആമേൻ. അപ്പോൾ നമുക്ക് ദൈവം ഈ കഷ്ടത അനുവദിക്കുന്നതിന് 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിത്യതയ്ക്ക് നമ്മളെ ഒരുക്കുവാനാണ്. നിത്യതയ്ക്ക് നമ്മളെ ഒരുക്കുവാനാണ് ദൈവം ഈ കഷ്ടതകൾ വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ ബലപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമക്കളുടെ കാര്യമാണ്. നീതിമാന്മാരായി ദൈവസന്നിധിയിൽ നീതിമാന്മാരാക്കപ്പെടുന്ന ദൈവമക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. ജാതികൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. കഷ്ടത വരുമ്പം ജാതികൾ തകർന്നു പോകും. നീതിമാന്മാർ കഷ്ടതയിലും നിലനിൽക്കാനായിട്ട് ദൈവം കൃപ തരും. ഈ കഷ്ടതകൾ വരുമ്പം നാം ചെയ്യേണ്ടുന്ന ഒരു 3 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർ 6:13. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം എടുത്തുകൊള്ളി. ആമേൻ. അപ്പോൾ ഈ കഷ്ടത വരുമ്പോൾ നാം ചെയ്യേണ്ടത് തകർന്നു പോകാനല്ല, ദൈവത്തിനോട് എന്തിനാ ദൈവമേ ഈ കഷ്ടത എനിക്ക് അനുവദിച്ചാൽ ദൈവത്തിനോട് ചോദ്യം ചോദിക്കുന്നവരല്ല, ആ കഷ്ടതയ്ക്ക് എതിർത്ത് നിന്ന് ദൈവത്തിന്റെ സർവ്വായുധ വർഗം നമ്മൾ ധരിച്ചു കൊള്ളണം. അതാണ് നമ്മൾ ആ കഷ്ടത വരുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. കഷ്ടതകൾ വരുമ്പോൾ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്
പാവമോ ഭാരമോ എന്ത് വന്നാലും ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ്. മൂന്നാമത് അവസാനമായ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിരിക്കുന്നു. 1 പത്രോസ് 5:9-10. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. ആമേൻ. അപ്പം അവസാനമായി പറയുന്നത് ഈ കഷ്ടത നമുക്ക് ഈ കഷ്ടതകളും ഈ പ്രശ്നങ്ങളും വരുമ്പോൾ നാം ചെയ്യേണ്ട കാര്യമാണ് നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനാണ് ദൈവം ഈ കഷ്ടതകളെ നമുക്ക് അനുവദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 34 സങ്കീർത്തനത്തിൽ നോക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് ദാവീദിനെ പോലെ ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കായും ദൈവത്തെ സ്തുതിക്കണം. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ആ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുന്നത്. അതുപോലെ കർത്താവ് ദൈവസന്നിധിയിൽ നാം നീതിമാന്മാരാക്കപ്പെടുവാനായി താഴോട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം നീതിമാന്മാരാകേണ്ടതിന് നാം എന്ത് ചെയ്യണമെന്ന് ആ വചനങ്ങളിൽ വായിക്കാൻ പറ്റും. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഞാൻ ഈ വചനങ്ങൾ വായിക്കുവാനും കൂടുതലായി വചനത്തെ ധ്യാനിക്കുവാനുള്ള കൃപകൾ ദൈവം തരുന്നുണ്ട്. ഈ നാളുകളിൽ അതിനുള്ള വഴികളെ ദൈവം എനിക്ക് തുറന്നു തരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്ന വചനമാണ്. ഞാൻ നിനക്ക് മുമ്പായി പോയി ദുർഘടങ്ങളെ നിരപ്പാക്കും. തമിഴ് വായിക്കുമ്പോൾ ഞാൻ ഉനക്ക് മുൻപാകെ പോയി കോണലാനവകളെ സെവയപ്പെടുത്തുവേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദുർഘടമായിരുന്ന വഴികളെ ദൈവം ഈ നാളുകളിൽ ഓരോന്നായിട്ട് മാറ്റി നിരപ്പാക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾ ഒരു ഓട്ടമുള്ള പാത്രത്തിൽ വെള്ളം പിടിച്ച ഒരു ഓട്ടത്തിൽ ഒരു 10-15 ഒരു പാത്രത്തിൽ ഒരു 10-15 ഹോളുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം പിടിക്കുമ്പോഴത്തേക്ക് 15 ഹോളിൽ കൂടെ വെള്ളം പോകും. നമ്മൾ ആ പാത്രം മാറ്റി വെച്ചിട്ട് പുതിയ പാത്രം മേടിക്കാൻ നിൽക്കും. പക്ഷേ ദൈവം ഞാൻ എൻ്റെ ലൈഫിനെ വെച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ നാളുകളിൽ ആ പാത്രം തന്നെ ദൈവം എടുത്ത് ഓരോ ഹോളുകളും ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രമീകരിക്കണം എന്നുള്ളത് എന്നെ ഉണർത്തുകയും ഞാൻ ആ കാര്യത്തിൽ ക്രമീകരണം വരുത്തി ആ ഓരോ ഹോളും ഓരോ ദിവസങ്ങളിലും ഞാൻ ഓരോ ഹോൾ അടച്ച് ആ പാത്രം പുതിയൊരു പാത്രമായി മാറുവാൻ ദൈവം ഈ നാളുകളിൽ എനിക്ക് കൃപ തരുന്നുണ്ട്. തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ദൈവമക്കൾക്ക് അറിയാം. ഈ നാളുകളിൽ ദൈവഹിതമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. തുടർന്ന് സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടുതലായി ഞാനിപ്പോഴും ചോദിക്കുന്ന ഒരു പ്രാർത്ഥന, എൻ്റെ ലൈഫിൽ ലോകപരമായിട്ടുള്ളൊരു നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന അപേക്ഷിക്കത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവം തന്നേക്കുന്ന ഒരു പ്രത്യാശം തന്നെ പറയാം. ആത്മീയ ജീവിതത്തിൽ ഇനിയും കൂടുതലായി വളരുവാനായിട്ട് ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഈ എളിയ സങ്കീർത്തനത്തിൽ ഇരുന്നുള്ളൂ.